അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ ലൊക്കേഷൻ കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും. തസ്ലിയുടെ വീട്ടിലാണ്. ഇപ്പോൾ കുറച്ച് വരെ വന്നിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം പോകുന്നതാണ്. അപ്പോൾ തസ്ലി കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. കുറേ കാരണം കടലിൻ്റെ തിരക്കും വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും പിന്നെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ വന്ന് എപ്പോഴേലും അങ്ങനെ വന്ന് പോകുന്നല്ലാണ്ട് കുറേ നിന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം പിന്നെ എനിക്ക് റെസ്റ്റ് വേണം എന്ന് ഹൈക്കമാൻഡിലേക്ക് ലെറ്റർ കൊടുത്തങ്ങനെ പാസ്സായി. അങ്ങനെ ലെറ്ററിൽ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നളാ എന്ന് പറഞ്ഞു. അങ്ങനെ തസ്ലിയുടെ വീട്ടിലേക്ക് ആക്കാൻ വന്നതാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അപ്പം ഇനി വരുന്നത് നോമ്പാണ്. അപ്പോൾ നോമ്പിന് ആൾ ഫുൾ ടൈം അവിടെ തന്നെ കാലം. കാരണം ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് അങ്ങനത്തെ അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നോമ്പിന് ഫുൾ അവിടെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. കാരണം നോമ്പിന് നമുക്ക് സെയിലും കാര്യങ്ങളും കൂടുതലായിരിക്കും മാഷാ അല്ലാഹ്. പിന്നെ അത് മാത്രമല്ല നോമ്പ് തുറ സ്പെഷ്യലൊക്കെ എനിക്ക് തസ്ലിയാണ് ഉണ്ടാക്കി തരാറ്. അപ്പോൾ അത് മുടക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ കയറി ഇനി ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് ഉമ്മ. അപ്പം ചായ കുടിക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നോക്കിയേക്കാം. എന്നും ഞാൻ ഇവിടുത്തെ പുതിയ ആപ്പിളാണ് അല്ലേ. കാരണം ആദ്യം കല്യാണം കഴിഞ്ഞാൽ ആദ്യം കൊടുക്കണത് ഈ സാധനം തന്നെ അല്ലേ. മുട്ട എന്താണ് മുട്ടപ്പാലട. ഇപ്പോഴും ഞാൻ വരെ പുതിയ ആപ്പിളാണ്. ഇതിനൊരു മാറ്റം വന്നിട്ടില്ല അല്ലേ. ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. എന്തായാലും ഞാൻ വെറുതെ തമാശ പറഞ്ഞിട്ടില്ലേ. എന്തായാലും നല്ല ടേസ്റ്റാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. മധുരം നല്ല ഇഷ്ടമായതുകൊണ്ടേ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടല്ല. ഇതിന്റെ റെസിപ്പി വേണ്ടവർ തസ്ലിയോട് ചോദിക്കും. എല്ലാവർക്കും അറിയാം, ഇവിടെ മാത്രല്ല. ഇത് വേറെ എന്തൊക്കെ പേരും പറയുമ്പോ ഇവിടെ എന്താ പറയാ മുട്ടപ്പാലട. എന്തായാലും ചായയും സാധനം തന്നിട്ടുണ്ട്. ഇനി അടുത്ത വരവിൽ ഇത് മാറ്റാന്നാണ് തസ്ലി പറഞ്ഞിട്ടുണ്ട്. മാറ്റാണല്ലേ. എവിടെ ഉമ്മ? അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വരവിൽ മാറ്റാന്നാ പറയണത്. മക്കളെ, അവിടെ അന്ന് ചായ കുടി കഴിഞ്ഞ് പുറത്തിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ പോകും. ഇവള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കും ഇൻഷാ അല്ലാഹ് അല്ലേ. 2 ദിവസം നിന്നോട്ടെ. 2 ദിവസം നിന്നിട്ട് പോന്നോട്ടെ. കുറച്ചായിട്ട് പോരാത്തല്ലേ. അപ്പോൾ മല കൂടെ 2 ദിവസം നിന്നോട്ടെ പാവം അല്ലേ. 2 ദിവസം നിന്നാ പോരെ. ഒക്കെ പറയും. പിന്നെ ഇവിടെ ബ്രദേഴ്സ് അതായത് അനിയനായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അവരൊക്കെ വർക്കിലാണ്. അപ്പോൾ അതുപോലെ എപ്പോഴും പണിക്ക് വന്നിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ ഇറങ്ങാന്ന് കരുതിയിട്ട് നിൽക്കുകയാണ്. അവരുടെ കണ്ടിട്ടില്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പം ചായയും കടിയൊക്കെ കഴിച്ച് ഇതാണ് പുതിയ വിശേഷങ്ങൾ. പിന്നെ അമ്മ ഉണ്ട് ഇവിടെ. പിന്നെ അവളെ നാത്തൂനുണ്ട്, മോനുണ്ട്. ഇതാ കുട്ടി അവർ കളിക്കുകയാണ് അവന്. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഉമ്മ ഉണ്ട് ഇവിടെ. ഉമ്മ ഉള്ളിലുണ്ട്. പിന്നെ ഈ തസ്ലി ഇട്ട ചുരിദാർ എവിടുന്ന് അടി വാങ്ങിയത്? നമ്മളെ അടിയിൽ തന്നെ. അപ്പൊ ഗൈസ് നമ്മളെ കോട്ടൺ മിക്സ് ചുരിദാറുകൾ വേണ്ടവരില്ലേ. അപ്പൊ കൂടുതൽ നമ്മൾ ചുരിദാറാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ചുരിദാർ കോട്ടൺ മിക്സ് ചുരിദാറാണ്. നല്ല റേറ്റ് കുറവില്ല അല്ലേ. നമ്മൾ എത്രയൊക്കെ അത് കൊടുത്തിരുന്നു? 550 ഷിപ്പിംഗ് ചാർജ് അല്ലേ. ചെറിയ എമൗണ്ട്. അത് നല്ല അടിപൊളി ആയിട്ടല്ലേ. കളറും പോണില്ല, ചുരുങ്ങണില്ല അല്ലേ. സൂപ്പർ കളക്ഷൻസ് ആണല്ലേ. അപ്പൊ നമ്മളെ കളക്ഷൻസ് ഇനി ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഈ സാധനം കഴിഞ്ഞിട്ടുണ്ട്, ഈ ബാച്ച്. ഇനി പുതിയ ബാച്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. സാധനം അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഇനി എത്താനും ഉണ്ട്. അതിന്റെ വീഡിയോ കാണണമെങ്കിൽ നമ്മള് ഐറ ഓൺലൈൻ സ്റ്റോർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമ്മൾ നമ്പറും കൊടുത്തിരുന്നു കഴിഞ്ഞ വീഡിയോയിലല്ലേ. അതിൽ മെസ്സേജ് അയച്ചാൽ ഇതിലും ഉഷാറ് സാധനങ്ങൾ നമ്മൾ അതിലുണ്ട് അല്ലേ. ഇപ്പോൾ ഗൈസ് തസ്ലിയുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഗൈസ് തസ്ലിയുടെ വീട് കാണാത്തവരാണെങ്കിൽ ഇതാണ് നമ്മൾ തസ്ലിയുടെ വീട്. ഓക്കെ തസ്ലി, വീട് കാണാത്തവർക്ക് വീട് കാണിച്ചൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ മുട്ടപ്പാലട മുട്ട കഴിച്ചു. നിനക്ക് വേറെ എന്തെങ്കിലും കഴിക്കാഞ്ഞുണ്ടോ? ഉളപ്പ് വീണുണ്ടല്ലേ. ഫുഡ് കഴിക്കാൻ കാത്തിക്കുന്നില്ല. ഇപ്പാനെ കാണാൻ കാത്തിക്കാൻ ഞാൻ. ചിലപ്പോൾ ആൾക്കാർ കരുതി ഞാൻ ഫുഡ് കഴിക്കാൻ കാത്തിക്കാൻ. ഇനിയിപ്പോൾ ഓളാങ്ങളാരും ഇപ്പം വരും അല്ലേ. വരുന്നുണ്ടല്ലേ. അപ്പോൾ ഓലെ കാത്ത് നിൽക്കുകയാണ്. ഒരു വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും. പിന്നെ ഞാൻ കൊണ്ടുവരാനുള്ള വരാം കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പോൾ വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലേ. അതാണ്
അയാന് ഐസ് നേരത്തില്ലേ അയാനെ എനിക്ക് തരുമോ തരൂലേ ഇതെന്താ ഐസ മാങ്കോണ് മാങ്കോ ബാറ എന്നാ അമ്മായി കൊടുക്ക് അമ്മായി കൊടുക്കോ അമ്മായി ചോദിച്ചോക്കാം തസ്ലി ചോദിച്ചോക്കാം നല്ല സ്നേഹമുള്ള അമ്മായിടെ നല്ല സ്നേഹ കൊടുക്കടാ നല്ല അമ്മാക്ക് കൊടുക്ക് ഉമ്മാക്ക് കൊടുക്കോ നീ കഴിക്കട്ടോ അമ്മായിനോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാ നല്ല സ്നേഹമുണ്ട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അമ്മായിക്കേ ഭയങ്കര ഇഷ്ടല്ലേ ഓനെ അന്നോട് ഭയങ്കര സ്നേഹം എനിക്ക് പക്ഷെ സ്നേഹമുണ്ട് ഇങ്ങനത്തെ ഉള്ളതൊന്നും തരൂല തിന്നാനുള്ളതൊന്നും തരൂല അതിനൊരു യാതൊരു വിട്ടുവീഴ്ചയില്ല വീഴ്ചയില്ല ബാക്കിയുള്ള സ്നേഹമുണ്ട് സ്നേഹമുണ്ട് ഇത്ര നേരം എവിടെ ഇരുന്നു കറി വെക്കായിരുന്നു കറി വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ പോയതാ ടേസ്റ്റ് ചെയ്യാൻ എന്ത് കറി വെച്ച് ബീഫ് കറി പിന്നെ പത്തിരി ഇനിയിപ്പോ ഇത് കഴിച്ചിട്ടാണ് എനിക്ക് പോവാനല്ലേ ഗൈസ് നാളെ നോമ്പ് കൂടിയല്ലേ അപ്പൊ നാളെ നോമ്പ് എടുക്കണം അപ്പൊ ഇവിടുന്ന് പള്ള നിറച്ചിട്ട് പോവാം പിന്നെ വെളിച്ചക്ക് നീച്ചണ്ടല്ലോ എന്നാ വെളിച്ചക്ക് നീച്ച് ചെറുക്ക വെള്ളം ചായ എന്തെങ്കിലും കുടിച്ചാൽ മതിയല്ലോ ഫുഡ് കഴിക്കണ്ടല്ലോ നാളെ എന്തായാലും നോമ്പ് എടുക്കണം ഇൻഷാല്ല അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു അപ്പോൾ സമയം അധികം ഒന്നും ആയിട്ടില്ല 7 മണി ആവണുള്ളൂ 7 മണി എന്തായിട്ടുള്ളൂ മക്കളതാ പത്തിരി ഉണ്ട് ചപ്പാത്തി ഉണ്ട് എന്താ അസ്ലിയ ബീഫും പിന്നെ ബീഫ് കറിയും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഹോം മെയ്ഡ് ഒക്കെ ഹോം മെയ്ഡ് ആയിട്ടില്ലേ അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ എന്തായാലും നന്നായിട്ട് കഴിക്കണം അല്ലേ ഇജിരിക്ക ഇജും കഴിക്ക കമ്പനിക്ക് അയാനെ ഫോണിലാണ് നമുക്ക് കഴിക്കാം വാ കഴിക്കല്ലേ ഫുഡ് കഴിക്കല്ലേ വേണ്ടേ വേണമെന്നോ നോക്കി കൊടുത്തു കൊടുക്കട്ടോ ഇജിരിക്കും ചെയ്യുന്നിട്ട് കഴിക്കാം എന്തായാലും ഒക്കെ കഴിക്കട്ടോ മക്കളെ നിങ്ങൾ ആരെങ്കിലും വിശന്നിട്ടിരിക്കുകയാണെങ്കിൽ ചെല്ലി വീട്ടിൽ പോയിട്ട് ഭക്ഷണം വേണ്ടത് കഴിക്കട്ടില്ലേ തസ്ലിക്ക് കറി എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് അല്ലേ തേങ്ങ അരച്ച കറിയുള്ള ഞാൻ കൂട്ടിയ ഈ കറി ഞാൻ കൂട്ടൂല എന്നല്ല പക്ഷെ ഇഷ്ടം തേങ്ങ അരച്ച കറിയാണ് അല്ലേ എന്ത് കറി ഉണ്ടാക്കിയാലും യെസ് അങ്ങനെ നമ്മൾ കഴിക്കാറുള്ളൂ പതിവ് തെറ്റുന്നില്ല എൻ്റെ അനിയൻ വന്നിക്കണു കാജു വന്നിക്കണു കേട്ടോ അവളെ അനിയന് ഞാൻ ഏട്ടനോടെയും വരണ്ടേ കാജു വാടാ കഴിക്കാം മക്കളെ എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാ ഞാൻ പോവുകയാണ് പോട്ടെട്ടാ അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി അപ്പോൾ തസ്ലിയുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഞാൻ്റെ മറ്റാവ് എപ്പോഴും വരിക ഉള്ള ജ്യേഷ്ഠന് ഒരു 10 മണിയൊക്കെ ആവും അപ്പോൾ അത്ര നേരം ഞാൻ നിൽക്കുന്നില്ല കാരണം ഏകദേശം 1 മണിക്കൂർ യാത്ര 1 മണിക്കൂർ കറക്റ്റ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂർ കൊണ്ട് എത്തും രാത്രിയല്ലേ അപ്പം ഞാൻ അങ്ങനെ പതുക്കെ അങ്ങനെ പോകണം അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തോന്നുന്നുണ്ടാകും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഒറ്റക്കാണ് ഗൈസ് കുഴപ്പമില്ല വേണ്ട ഉടന്നോ അപ്പം ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും എല്ലാവരും അടുത്ത വീഡിയോ ഇനി ഇൻഷാ അല്ലാ എന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഇൻഷാ അല്ലാ അപ്പോൾ ഓക്കെ